ഒരു ഭവനത്തിൽ അതിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ച സാധാരണക്കാരിയായിരുന്ന സ്ത്രീയാണ് പരിശുദ്ധ മറിയം. അസാധാരണമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും കൃപ ലഭിച്ച പരിശുദ്ധ മറിയം നമ്മുടെ തൊട്ട് മുമ്പിൽ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ അമ്മേ മാതാവേ, ഞങ്ങളുടെ കൂടെ ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു അഭിഷേക പകർച്ച ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടവരുത്തണമേ. ആഗ്രഹിക്കണം, ചേർന്ന് പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമായ ചില വ്യക്തികൾ നിങ്ങളുടെ മനസ്സിൽ തെളിയും. നിങ്ങളുടെ വീട്ടിലുള്ള ചിലരാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ചിലരാണ്, നിങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചവരാണ്. അവർക്ക് വേണ്ടി കരങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവെ അവരായിരിക്കുന്നിടത്ത് ഇപ്പോൾ ഈ സമയത്ത് അത്ഭുതകരമായൊരു ദൈവിക ശക്തി വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിൽ ആമേൻ വീശിടുക, വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ മനസ്സിലേക്ക്, നിന്റെ ആത്മാവിലേക്ക് ജീവൻ ലഭിക്കുമ്പോൾ നിന്റെ ഉള്ളിലെ ചിന്താഗതികൾ മാറ്റപ്പെടും, നിന്റെ ആലോചനകളും തീരുമാനങ്ങളും മാറ്റപ്പെടും. ഇത് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ചിലർക്ക് ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ തോന്നുന്നില്ല. ചില സംഭവങ്ങൾക്ക് ശേഷം ചില കാരണങ്ങളുണ്ട് സ്നേഹിക്കാൻ പറ്റാത്തതായിട്ട്. എന്നാൽ ഇതാ നീ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധാത്മാവ് നിനക്ക് സ്നേഹിക്കാനുള്ള ജീവൻ നൽകും. നിന്റെ ജീവിത പങ്കാളി അംഗീകരിക്കാൻ, സ്നേഹിക്കാനുള്ള ചൈതന്യം ലഭിക്കും. ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ, 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 എൻ്റെ ഉള്ളിലേക്ക് ജീവൻ വേണം. എൻ്റെ കുടുംബ അംഗങ്ങളെ മനസ്സിലാക്കാൻ, എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ക്ഷമിക്കാൻ പരിശുദ്ധാത്മാവെ ജീവൻ വേണം. സ്നേഹിക്കാൻ പരിശുദ്ധാത്മാവെ ജീവൻ വേണം. ഒരു നല്ല ഉറക്കം കിട്ടാൻ പരിശുദ്ധാത്മാവെ ജീവൻ വേണം. ഉറക്കമില്ലാതെ ഭാരപ്പെടുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ. എത്ര ദിവസങ്ങളായി വല്ലാണ്ട് ഭാരപ്പെടുന്നു. എൻ്റെ സഹോദര സഹോദരി, ആഗ്രഹിക്കൂ. പരിശുദ്ധാത്മാവെ എനിക്ക് ജീവൻ വേണം. എൻ്റെ ജീവിതത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണം. ഓ ഹോളി സ്പിരിറ്റ്, പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, ആമേൻ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. ഹോളി സ്പിരിറ്റ്, വീണ്ടും സ്നേഹം നൽകുക, വീണ്ടും എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആഗ്രഹിക്കുന്ന സമയം ഓരോ വ്യക്തിയും ആഗ്രഹിച്ചോ. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകപ്പെടുന്ന സമയം പരിശുദ്ധാത്മാവെ എനിക്ക് ജീവൻ വേണം. ആഗ്രഹിക്കണം. ഓരോ വ്യക്തിയും ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. പരിശുദ്ധാത്മാവെ എനിക്ക് ജീവൻ വേണം. പരിശുദ്ധാത്മാവെ എനിക്ക് ജീവൻ വേണം. ഇപ്പോഴത്തെ ഈ മരവിച്ച അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണം. പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്കൊരു ജീവൻ വേണം. ഇന്നത്തെ ഉണങ്ങി വരേണ്ട അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണം. എൻ്റെ ജീവിതത്തിൽ അസ്ഥികളുടെ താഴ്വരയുടെ അവസ്ഥയാണ്. പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവെ, നിന്റെ ശ്വാസം എന്നിലേക്ക് ആഞ്ഞടിക്കട്ടെ. എൻ്റെ ശരീരത്തിൽ ആഞ്ഞടിക്കപ്പെടട്ടെ. ശരീരത്തിൽ രോഗഗ്രസ്തമായ ശരീരഭാഗത്തിലേക്ക്, മനസ്സിന്റെ മരവിലേക്ക് ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുന്ന അഭിഷേകം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഒറ്റ വിളി, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചോ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചോ. The Holy Spirit, the real power, the Holy Spirit. പരിശുദ്ധാത്മാവേ, 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 തീ കത്തുന്ന അഭിഷേകം. പരിശുദ്ധാത്മാവേ,
എന്നിൽ സംഭവിക്കപ്പെടട്ടെ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ, ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ചൈതന്യം അതിശക്തമായിട്ട് വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ഇപ്പോൾ തന്നെ അത് സംഭവിക്കപ്പെടട്ടെ. ഓ കർത്താവേ, എതിർ ചിന്തകൾ എടുത്തു മാറ്റപ്പെടട്ടെ, തെറ്റായ ചിന്തകൾ ബോധ്യങ്ങൾ എടുത്തു മാറ്റപ്പെടട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം നിറയപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം ഒന്ന് വായിച്ചേ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കണ്ടോ വചനം കണ്ടോ? ആദ്യം നിങ്ങൾ എന്ത് അന്വേഷിക്കണം? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവകാര്യങ്ങളാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏത് കാര്യത്തിലും നമ്മൾ അന്വേഷിക്കേണ്ടത് ആദ്യം ദൈവഹിതം അന്വേഷിക്കണം, ദൈവകാര്യം അന്വേഷിക്കണം. അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം ലഭിക്കും. അതിനോടൊപ്പം ബാക്കിയുള്ളതെല്ലാം ചേർക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നാളുകളായിട്ട് പണി പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നൊരു വീട്, പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇഷ്ടം പോലെ പണമുള്ള ഒരു കുടുംബമാണ്. പണി ഇങ്ങനെ പകുതിയായിട്ട് കിടക്കുന്നു. ആ പ്രദേശത്തൊരു ശാപം പിടിച്ച പോലെ ഈ വീട് കിടക്കുന്നു. അപ്പൊ ആ പ്രദേശത്ത് ധ്യാനിപ്പിക്കാൻ ചെന്ന അവസരത്തിലാണ് ആ കുടുംബനാഥൻ പറഞ്ഞ, അച്ഛാ ഒന്ന് വന്നൊന്ന് വെഞ്ചരിച്ചൊക്കെ പ്രാർത്ഥിക്കണം, വാ. ഞാൻ അങ്ങനെ ചെന്ന് ആ പറമ്പിൽ കൂടെയൊക്കെ നടന്നു. അപ്പൊ ഞാൻ ഈ കൊട്ടാരം പോലത്തെ വീട്, പണി പൂർത്തിയാകാതെ കിടക്കുന്ന വീട് കണ്ടിട്ട് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? അറിയത്തില്ല അച്ഛാ, ഇതെന്നാന്ന് അറിയത്തില്ല, ഇതിങ്ങനെ കിടപ്പാ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഈ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹം, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ വീട് മനോഹരം, ഈ വീട്ടിൽ എത്ര മുറികളുണ്ട്? അച്ഛാ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഇത്ര മുറികളുണ്ട്, ഇത്ര സൗകര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫയൽ എടുത്തിട്ട് അതിൽ നിന്ന് ഈ മാപ്പ്, ഇതിന്റെ സ്കെച്ചൊക്കെ എന്നെ കാണിച്ചു. അച്ഛാ നോക്കി, ഇതാണ് എൻ്റെ വീട്. അപ്പൊ ഞാൻ ഈ വീടിന്റെ മാപ്പും ഇതിന്റെ സ്കെച്ച് എല്ലാം, അതായത് റൂമും അത് സൗകര്യങ്ങളും, ലിവിംഗ് റൂം, അടുക്കള, അത് ഇതെല്ലാം കണ്ടു. ഞാൻ ചോദിച്ചു, അപ്പൊ ഇതിലെവിടെയാണ് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം? നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഏതാ? അച്ഛാ അത് വീട് പണി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. വീട് പണി കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് കാര്യം പറയണ മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം മാർക്ക് ചെയ്തിട്ടില്ല. ചില വീടുകളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടേ. എന്നാന്നറിയോ? വീട് പണി എല്ലാം കഴിയുമ്പോഴത്തേക്ക് ചില വീട്ടുകാർ വിളിക്കും, അച്ഛാ ഞാൻ ഒരു ഫോട്ടോ അയക്കാം, ഈ വീട്ടിലെ ഇന്ന സ്ഥലത്തോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ അച്ഛാ? വീട്ടിലെ ഇപ്പൊ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രാർത്ഥിക്കാനുള്ള സ്ഥലം മാത്രമേ ഇല്ല. അച്ഛാ ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ ഒരു ഇച്ചിരി സ്ഥലമുണ്ട്, കുഴപ്പമുണ്ടോ? ഇവിടെ കുടുംബ പ്രാർത്ഥന നടത്തിയ കുഴപ്പമുണ്ടോ? അച്ഛാ ഈ വേറെ സ്ഥലം ഇല്ല അച്ഛാ, വേറെ സ്ഥലമില്ല. മൊത്തത്തിലെ TV വെച്ചു, അത് വെച്ചു, ഇത് വെച്ചു, എല്ലാം വെച്ചു, ഇപ്പൊ വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം മാത്രമേ ഇല്ല അച്ഛാ. അപ്പൊ അച്ഛാ ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ ഒരു ഇച്ചിരി സ്ഥലമുണ്ട്, അവിടെയാണ് പ്രാർത്ഥിക്കാനുള്ള ആകെപ്പാട സ്ഥലം. അപ്പൊ ഞാൻ ചോദിച്ചു, സ്റ്റെയർ കേസിന്റെ അടിയിൽ ആ ബുദ്ധിമുട്ടല്ലേ? ഓ കുഴപ്പമില്ല അച്ഛാ, നമ്മൾ ഇച്ചിരി കുനിയണം, തല കുനിച്ച് അവിടെ ചെന്ന് മുട്ടുകുത്തണം, അത്രേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വീട് പണിയുമ്പോൾ ആദ്യം മാർക്ക് ചെയ്യേണ്ട സ്ഥലം ഏതാ? നിന്റെ പ്രാർത്ഥനാ സ്ഥലം മാർക്ക് ചെയ്യണം. എന്നിട്ട് വേണം ബാക്കിയുള്ള മുറികളും ലിവിംഗ് റൂമും അടുക്കളയും അതും ഇതും എല്ലാം ചെയ്യാൻ. ബാക്കിയുള്ളതെല്ലാം ചെയ്തു, പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ ഓർത്തോണം, ഈ വചനത്തിന്റെ ഒരു അർത്ഥമാണ്. ആദ്യം നിങ്ങൾ എന്തന്വേഷിക്കണം? ദൈവത്തെക്കുറിച്ചും ദൈവകാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ചേർക്കപ്പെടും. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, ഈ വീടിന്റെ പണി പൂർത്തീകരിക്കപ്പെടാത്തതിന്റെ ഒരു ആത്മീയ കാരണം ഞാൻ പറയട്ടെ. ഈ വീട്ടിൽ ആദ്യം തന്നെ സഹോദര പ്രാർത്ഥിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കും. നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന നടത്താൻ പോണ എവിടെയായിരിക്കും? നിങ്ങളത് മനസ്സിൽ സ്വപ്നം കാണണം. ഈ വീട് പണിയോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വപ്നവും വളരണം. ഈ വീട്ടിൽ ഇന്ന സ്ഥലത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അതിനൊരു സ്ഥലം വേണം, അതിന് സാഹചര്യം ഒരുക്കപ്പെടണം. ബാക്കിയുള്ളതെല്ലാം അതിന്റെ കൂടെ ചേർക്കപ്പെടും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 6:33 നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അവയോടൊപ്പം
മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇത് പറയുന്നതിന് തൊട്ട് മുമ്പ് 31-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 31-ാം തിരുവചനം. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. അടുത്ത വചനം കൂടെ ശ്രദ്ധിച്ചേ. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. കണ്ടോ, വിജാതീയരെന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ പരിപാലനയെ കുറിച്ച് അറിയാവുന്നവരല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ദൈവകാര്യങ്ങൾക്കൊരു ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നൽകുന്ന ഒരു സമ്മാനമായ ആനന്ദം വന്നു നിറയാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. പുതിയ നിയമത്തിൽ ഈ ആനന്ദം അനുഭവിച്ച മറിയത്തെ കുറിച്ച് എന്താ വചനം? ലൂക്കാസ് വിശേഷം തുറന്നേ. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം അതിന്റെ 44-ാം തിരുവചനം. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 44. ദേ മറിയത്തെ കുറിച്ചൊരു വചനമുണ്ട്, വായിച്ചാലോ. ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. ശ്രദ്ധിച്ചേ, എങ്ങനെ? സന്തോഷത്താൽ കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം കിട്ടുമെന്ന്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഈ വീടിന്റെ അവസ്ഥ എന്താണെന്നറിയാവോ? ഏലീശാമ്മയുടെ അവസ്ഥ എന്താ? മറിയത്തിന്റെ അവസ്ഥ എന്താ? സക്കറിയായുടെ അവസ്ഥ എന്താ? അത്ര സന്തോഷിക്കാനും തുള്ളിച്ചാടാനും പറ്റിയ അവസ്ഥയൊന്നുമല്ല. പ്രായമേറിയെത്തി ഗർഭിണിയായിട്ടിരിക്കുന്ന കുടുംബനാഥ, ഭർത്താവിന് മിണ്ടാമേലാതിരിക്കുന്ന സക്കറിയ, ചെന്നിരിക്കുന്ന പെണ്ണാണെങ്കിൽ ഇതും ഗർഭിണി, കല്യാണം കഴിച്ചിട്ടില്ല, മൊത്തം ഡാർക്കാണ് അല്ലെ? ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ മൊത്തം ഡാർക്കാണ്, മൊത്ത അവസ്ഥ മോശമാണ്. ഈ അവസ്ഥയിൽ ചെന്നപ്പോൾ ഇതാ സംഭവിക്കുന്ന കാര്യം, പരിശുദ്ധാത്മാവിൽ സന്തോഷം, ആ അന്തരീക്ഷത്തിൽ സന്തോഷം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഈ സന്തോഷം കിട്ടിയാൽ ആ വ്യക്തി പോകുന്നിടങ്ങളിലൊക്കെ എന്ത് കൊടുക്കും? സന്തോഷം കൊടുക്കും. ആ വ്യക്ി ചെല്ലുന്നിടത്ത് ഒരു വീട്ടിലോട്ട് കയറിയാൽ അവിടെ എന്ത് കൊടുക്കും? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം കൊടുക്കും. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് നീ പോകുമ്പോൾ നീ എന്ത് കൊടുക്കും? നിന്നെ കാണുമ്പോൾ നിന്റെ വീട്ടുകാർ ഇങ്ങനെ നിരിക്കുക അല്ലെ? വീട്ടുകാർ കാണുമ്പോഴത്തേക്കും നമ്മുടെ സാന്നിധ്യം അവർക്ക് എന്തായിട്ട് മാറണം? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പറഞ്ഞേ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പറഞ്ഞേ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും നമ്മൾ സമ്മാനിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. 10-ാം അധ്യായം 52-ാം തിരുവചനം. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. കണ്ടോ, ശിഷ്യന്മാര് ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. ഈ ശിഷ്യന്മാര് അനുഭവിച്ച യാതനകൾക്ക് കണ്ണും കണക്കുമില്ല. അത്രമേൽ സഹിച്ചവരാണ് ശിഷ്യന്മാര്. ദേ പൗലോസ് ശ്ലീഹ പറയും, അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 23-ാം തിരുവചനം, കാരാഗ്രഹവും പീഡകളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. കണ്ടോ, എന്താ കാത്തിരിക്കുന്നത്? കാരാഗ്രഹവും പീഡകളുമാണ് എന്നെ കാത്തിരിക്കുന്നത്. എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ജീവിതത്തിൽ കാരാഗ്രഹമാണ്, പീഡകളാണ്, അസ്വസ്ഥതകളാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തി തരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന ഒന്നാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. കാരാഗ്രഹത്തെയും പീഡകളെയും എല്ലാം നേരിടാനുള്ള വലിയൊരു കൃപ നമുക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. പലതകര ഉയർത്തി പറ ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം, നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. കണ്ടോ ദേ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. കർത്താവ് സമ്മാനിക്കുന്ന ഒരു കാര്യമാണ്. വലതുകരം ഉയർത്തിപ്പിടിച്ചോ. ഞാൻ ഈ വചനം പറയുമ്പോ ഏറ്റു പറയണം, നിങ്ങൾ
ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ താത്തി വെച്ചേ. ക്ലേശങ്ങൾക്കിടയിലും എപ്പോഴാണ്? എല്ലാം തികഞ്ഞപ്പോഴാണോ? അല്ല, എല്ലാം തികഞ്ഞപ്പോഴല്ല. ക്ലേശങ്ങൾക്കിടയിലും വചനം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ്? എല്ലാം തികഞ്ഞപ്പോഴാണോ? അല്ല. വയറ് നിറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മുകളിൽ കറങ്ങുന്ന ഫാനിന്റെ ചുവട്ടിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരുന്നപ്പോഴാണോ? അല്ല 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 അല്ല. ക്ലേശങ്ങൾക്കിടയിൽ പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി നിങ്ങൾ വചനം സ്വീകരിച്ചു. പൗലോസ്ലീഹ പറയുക, ക്ലേശങ്ങൾക്കിടയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി നിങ്ങൾ വചനം സ്വീകരിച്ചു. ഇതിനെക്കുറിച്ച് പത്രോസ് ലീഗ പഠിപ്പിക്കും. 1 പത്രോസ് 4-ാം അധ്യായം 14-ാം തിരുവചനം. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. കണ്ടോ? ഇതാണ് വചനം. ഒന്നും കൂടെ പഠിച്ചാലോ? ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ മതസ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്ന അവസരത്തില് അവിടെ ഒരു വ്യക്തി ഒരു തീപിടിച്ച ആത്മാവെന്നൊക്കെ പറയും. എങ്ങനത്തെ ആത്മാവ്? ചില ആത്മാക്കളുണ്ട് തീപിടിച്ച ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ ശുശ്രൂഷയാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, ഈ പ്രദേശത്ത് ഇങ്ങനെയൊന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് അനുവാദമൊന്നും ഇല്ലല്ലോ, താങ്കൾക്ക് പേടിയില്ലേ? ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ആനന്ദം ഉണ്ട് അച്ഛ ഉള്ളില്, പരിശുദ്ധാത്മാവിന്റെ ആനന്ദമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദേശത്ത് അപ്രകാരം ശുശ്രൂഷ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും മലയാളികളായിട്ടുള്ളവരും മറ്റു മതഭാഷക്കാരൊക്കെ പല മേഖലകൾ ഒരുമിച്ചുകൂടി അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കുടുംബ കൂട്ടായ്മകൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഒരുമിച്ച് കൂടാനൊന്നും സൗകര്യമൊന്നും ഇല്ലാത്ത ദേശമാണ്. പക്ഷേ അവര് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞ, വർഷങ്ങളായിട്ട് അവിടെ എത്തിയിട്ട്, അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും? പല സ്ഥലങ്ങളിൽ പോയിട്ട് ആ ദേശത്ത് വരുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരെയൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ കൊണ്ടുവന്ന് ഒരുമിച്ച് പ്രാർത്ഥിപ്പിക്കും. അപ്പൊ തീ പിടിച്ച ആത്മാവാണ്. ഈ തീ പിടിച്ച ആത്മാവ് പറഞ്ഞെന്ന വചനമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1 പത്രോസ് 4-ാം അധ്യായം 14-ാം തിരുവചനം. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക കൃപയാണ് ഈ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ആനന്ദം, ആനന്ദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിൽ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ധ്യാനം പങ്കെടുത്തു കഴിഞ്ഞ് ഒരു ഡോക്ടർ, കഴിഞ്ഞ നമ്മുടെ ആന്തരിക സൗഖ്യ ധ്യാനം പങ്കെടുത്തു കഴിഞ്ഞ ഡോക്ടർ, 44 വയസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാനൊരു ഡോക്ടറാണ്, എന്റെ പ്രൊഫഷനിൽ ഞാൻ വളരെ മിടുക്കനാണ്, എനിക്ക് കുടുംബം എല്ലാം ഉണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു ശൂന്യത ഉണ്ടായിരുന്നു, ഭയങ്കരമായൊരു ശൂന്യത. എന്നാൽ അച്ഛാ, ഈ ധ്യാനത്തിൽ കർത്താവ് എനിക്ക് സമ്മാനിച്ച് എന്താണെന്നറിയാവോ? എനിക്ക് വല്ലാത്ത ആനന്ദം തോന്നുന്നു, എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. അച്ഛാ, ഇത്രയും നാളും എനിക്ക് കിട്ടാത്തൊരു ആനന്ദം ധ്യാന ശുശ്രൂഷയിൽ കിട്ടി. അത് ഏത് ആനന്ദമാണ്? പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ഡോക്ടറാണ്, പ്രൊഫഷണലായിട്ട് അദ്ദേഹം മിടുക്കനാണ്, എല്ലാ കാര്യങ്ങളിലും അംഗീകാരമുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു വല്ലാത്തൊരു ശൂന്യത, വല്ലാത്തൊരു മരവിപ്പ്, വല്ലാത്തൊരു അസ്വസ്ഥത. എന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലും ഇതുപോലെ ചില ചില ഭാരങ്ങളുണ്ടാവും. എല്ലാമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എന്നാന്നറിഞ്ഞുകൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു ഉന്മേഷമില്ല, ഒരു വല്ലാത്ത മരവിപ്പ്, ആകുലത, ഭാരം, വല്ലാണ്ടിങ്ങനെ ഞെരുക്കം ഉള്ളിലുണ്ടാവും. എന്നാൽ
ഈ പരിശുദ്ധാത്മാവിന്റെ ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ അന്തരീക്ഷം മാറും, നമ്മുടെ ഉള്ളിൽ നിറവുണ്ടാവും. സ്വർഗ്ഗത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചോളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ആനന്ദം എൻ്റെ ഉള്ളിൽ നിറയണം. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം എൻ്റെ മേൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവേ, തീ കത്തുന്ന അഭിഷേകം എൻ്റെ ഉള്ളിൽ വേണം. പരിശുദ്ധാത്മാവേ, മരവിച്ചിരിക്കുന്ന എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. നീ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിന്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു തീ കാറ്റടിക്കുന്നത് പോലെ, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു പന്തക്കുസ്ത അനുഭവം ഓരോ വ്യക്തിയുടെ മേലും അതിശക്തമായിട്ട് വെളിപ്പെടാൻ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, റൂഹായേ എന്ന് വിളിച്ച്, ആത്മാവേ എന്ന് വിളിച്ച് ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. ഓ ദൈവത്തിന്റെ ചൈതന്യമേ, അത്ഭുത ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ദൈവജനത്തിന് മേൽ സംഭവിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഓരോ വ്യക്തിയുടെയും അവസ്ഥ എന്താണോ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒത്തിരി വേദനിക്കുന്ന അനേകര് ഈ ശുശ്രൂഷയിലുണ്ട്. കുടുംബാംഗങ്ങൾ വേണ്ടത്ര പരിഗണന എനിക്ക് നൽകുന്നില്ലല്ലോ, ഞാനല്ലേ ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടത്, എന്നിട്ട് എന്താ മറ്റുള്ളവർ എന്നെ പരിഗണിക്കാത്തത്? ഞാൻ ഇത്രയുമേൽ ഇവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു കൊടുത്തല്ലോ, എന്നെ കരുതുന്നതിനേക്കാൾ അധികമായി ഞാൻ ഇവരെ പരിഗണിച്ചല്ലോ എൻ്റെ കുടുംബാംഗങ്ങൾക്ക്, എന്നിട്ട് എന്താ എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആ സങ്കടം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്ക്. എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ടും തിരിച്ചൊരു സ്നേഹം കിട്ടുന്നില്ല, ഒരു പരിഗണന കിട്ടുന്നില്ല എന്ന് വിഷമിക്കുന്നവരുണ്ടല്ലോ, സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. ഈ ഭൂമിയിൽ ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തിലല്ല നീ ആനന്ദിക്കേണ്ടത്, മറിച്ച് സ്വർഗത്തിൽ നിന്റെ പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ നീ ആനന്ദിക്കണം. ഈശോ ആനന്ദിച്ചത്, പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചത് ആ സമയം തന്നെ, ഏത് സമയം തന്നെ സ്വർഗത്തിൽ തന്റെ പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ അഭിമാനിക്കണമെന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, രണ്ട് കരങ്ങൾ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ചാലോ, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ്, ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. ഇന്ന് നീ അനുഭവിക്കുന്ന ഏത് സങ്കടമാണോ, ഏത് പ്രതിസന്ധിയാണോ, ഏത് പരാജയമാണോ, അതിൻ്റെ മേൽ ഒരു സ്വർഗത്തിന്റെ സന്ദേശം, അതായത് പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയാൻ പ്രാർത്ഥിക്കൂ. വിചാരിക്കുന്നത് പോലെ കാര്യം നടക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്ന കുടുംബാംഗങ്ങളെ, ആ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ പ്രാർത്ഥിക്കൂ. കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് ഭാരപ്പെടണ്ട. എന്നാലും എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയല്ലോ, എന്നാലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തെറ്റായ തീരുമാനം എടുത്തല്ലോ, എന്നാലും എന്നിങ്ങനെ ചിന്തിച്ച് നീ ഭാരപ്പെടണ്ട. ഇപ്പോൾ ഈ സമയത്ത് നീ പ്രാർത്ഥിക്കണം. ഈ സമയത്ത് എനിക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ആനന്ദമാണ്. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, 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 എൻ്റെ ഉള്ളിൽ അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള അഭിഷേകം എൻ്റെ മേൽ ജ്വലിക്കപ്പെടട്ടെ. ശുശ്രൂഷ അഭിഷേകം എൻ്റെ മേൽ ജ്വലിപ്പിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇന്നല്ലെങ്കിൽ നാളെ മണ്ണോട് മണ്ണായിട്ട് തീരുന്ന വിഷയങ്ങളിലല്ല, മറിച്ച് പരിശുദ്ധാത്മാവേ, എന്നിൽ ഒരു അത്ഭുത ശക്തിയായി ഇപ്പോൾ തന്നെ പ്രവർത്തിക്കണമേ. അഭിഷേകത്തിന് ശക്തി നിറയണമേ. പരിശുദ്ധാത്മാവേ, ദൈവശക്തി, അഭിഷേകത്തിന്റെ കൃപ എല്ലാവരും ആഗ്രഹിക്കട്ടെ. ഒരു ദൈവിക ശക്തി ശിരസ് മുതൽ ഉള്ളങ്കാര വരെ വെളിപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിക്കട്ടെ. ദൈവിക ശക്തിയാണ്, പരിശുദ്ധാത്മാഭിഷേകമാണ്.
പരിശുദ്ധാത്മാവിന്റെ ആനന്ദമാണ് ഓരോ വ്യക്തിയുടെ മേലും വെളിപ്പെടുന്ന സമയം. സാധിക്കുന്ന ഓരോരുത്തരും, വിശ്വസിക്കുന്ന ഓരോരുത്തരും ദൈവശക്തി ശരീരത്തിലേക്ക് സ്വീകരിച്ച് ശിരസ് മുതൽ ഉള്ളംകാല് വരെ ദൈവശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. ആത്മാവേ, ഓ റൂഹായേ, പരിശുദ്ധാത്മാവേ, ചിറകുള്ള ആത്മാവേ, ആമേൻ. ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ, അഗ്നി ചിറകുള്ള ആത്മാവേ, ആമേൻ. ജീവനദിയായി ദൈവ ചൈതന്യമേ, ആത്മാവേ, ചിറകുള്ള ആത്മാവേ, പാടി പാടി, ആശ്വാസദായകനേ, ജീവനദിയായി ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ, ആത്മാവേ, ഇറങ്ങിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക, നിറഞ്ഞിടുക എന്റെ ഹൃദയത്തിൽ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച പരിശുദ്ധാത്മാവേ, വിളിക്കട്ടെ, വിളിക്കട്ടെ, നാവ് തുറന്ന് വിളിക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ആത്മാവേ, ആത്മാവേ, ആത്മാവേ. ഈ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വഴികളിൽ പോകുന്നുണ്ടോ അവിടെ എല്ലാം സമ്മാനിക്കുവാനുള്ള വലിയൊരു കൃപയാണ്. ഈ ശുശ്രൂഷ സമയത്ത് ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ അടുത്തേക്ക് വിളിക്കണം. എന്നിട്ട് അവരുടെ തലയിൽ നിങ്ങൾ ആ കൈയൊന്ന് വെച്ച് പ്രാർത്ഥിക്കണം. അവരാരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആ കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, 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 ഈ വ്യക്തിയിൽ അത്ഭുതകരമായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒരു പുതിയ അഭിഷേകം ഈ വ്യക്തിയിലേക്ക് സംഭവിക്കപ്പെടുന്ന സമയം, ഒരു പുതിയ അഭിഷേകം ഈ വ്യക്തിയിലേക്ക് വെളിപ്പെടുന്ന സമയം, ആ വ്യക്തി ആരും ആയിക്കൊള്ളട്ടെ, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാ അഭിഷേകം ഇതാ നിന്നിലേക്ക് വെളിപ്പെടുന്ന സമയം. പരിശുദ്ധാത്മാവേ, ഈ വ്യക്തിയുടെ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് ഇടപെടണം. ഈ വ്യക്തിയുടെ ശാരീരികമായ രോഗപീഠകളിൽ പരിശുദ്ധാത്മാവ് ഇടപെടണം. ഈ വ്യക്തിയുടെ മനസ്സിന്റെ മുറിവുകളിൽ പരിശുദ്ധാത്മാവ് ഇടപെടണം. ഈ വ്യക്തിയുടെ ആത്മീയ തകർച്ചകളിൽ പരിശുദ്ധാത്മാവ് ഇടപെടണം. ഈ വ്യക്തി ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകളിൽ പരിശുദ്ധാത്മാവ് ഇടപെടണം. കെട്ടുകൾ അടിയപ്പെടണം. പരിശുദ്ധാത്മാഭിഷേകം ഈ വ്യക്തിയിൽ നിറയപ്പെടട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, അഗ്നി, അഗ്നി ചിറകുള്ള ആത്മാവേ, ഈ പരിശുദ്ധാത്മ ശക്തിയായി ഈ വ്യക്തിയിൽ പറന്നിറങ്ങണമേ. ജീവ ചൈതന്യമേ, ഈ വ്യക്തിയിൽ പറന്നിറങ്ങണമേ. ഓ ഹോളി സ്പിരിറ്റ്, അഗ്നി ചിറകുള്ള ആത്മാവേ, ചിറകുള്ള ആത്മാവേ, ആമേൻ. ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ചൈതന്യമേ, ആത്മാവേ, ആത്മാവേ, ആഗ്രഹിക്കട്ടെ, ആഗ്രഹിക്കട്ടെ. ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ, ആത്മാവേ, നിറയണമേ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക, നിറഞ്ഞിടുക, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക, നിറഞ്ഞിടുക, 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 വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് നിനക്കറിയാവുന്നതുപോലെ സ്തുതിക്കട്ടെ. ആ വ്യക്തിയിലേക്ക് അഭിഷേകം നിറയപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ചൈതന്യം ഈ വ്യക്തിയിൽ നിറയുന്നു. ഓ ഹോളി സ്പിരിറ്റ്, ഓ പരിശുദ്ധാത്മാവേ, ആത്മാവേ, തീ കത്തുന്ന അഭിഷേകം ജ്വലനം ഈ വ്യക്തിയിൽ സംഭവിക്കട്ടെ.
മരവിച്ച മനസ്സുകളെ പരിശുദ്ധാത്മാവ് നയിക്കുന്നു. അനേകരിലേക്ക് അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കപ്പെടുന്നു. അനേകരുടെ ദുഃഖം മാറ്റി പരിശുദ്ധാത്മാവ് നയിക്കുന്നു. ഓ ദൈവ ചൈതന്യമേ, പരിശുദ്ധാത്മാവേ, ഓ ഹോളി സ്പിരിറ്റ് നിറഞ്ഞിടട്ടെ. ആത്മാവേ, 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 ഹൃദയത്തിൽ വന്നിടുക, നിറഞ്ഞിടുക, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. പ്രാർത്ഥിക്കുന്ന അനേകരിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. തീ പൊള്ളലേറ്റ് കൈക്ക് സാരമായി പരിക്ക് പറ്റി വലിയ വിഷമത്തിൽ കഴിയുന്ന ഒരു സ്ത്രീയെ പരിശുദ്ധാത്മാവ് തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. അനേകരിലേക്ക് കർത്താവിന്റെ കൃപയൊഴുകുന്നു. വയറുവേദനയോടുകൂടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജാസ്മിൻ എന്ന് പേരുള്ള മറ്റൊരു പെൺകുട്ടിയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു. സാബുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും വെളിപ്പെടുന്നു. ഉപ്പൂറ്റി വേദന മൂലം നിൽക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ട്, ആ കാല് ചവിട്ടാൻ ബുദ്ധിമുട്ട്, വലിയ വിഷമത്തിൽ കഴിയുന്ന സഹോദര, പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് ശക്തിപ്പെടുത്തുന്നു. കൈയുടെ ഒരു ഭാഗത്ത് ചെറിയൊരു മുഴ പോലെ വന്നിട്ട് നാളുകളായത് ഭാരപ്പെടുത്തുന്നു. ഇതാ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഈശോയുടെ സ്നേഹമാണ് നിന്നിലേക്ക് ഒഴുകുന്നത്. വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. ഓ ഹോളി സ്പിരിറ്റ് നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ആത്മാവ് അനേക ഭാരങ്ങൾപ്പെട്ട അനുഭവങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. ഒരു പുതിയ അഭിഷേകം നിന്നിലേക്ക് ചൊരിയപ്പെടുന്നു. ആരാധന കർത്താവേ. ഓ ഹോളി സ്പിരിറ്റ്, അഭിഷേകത്തിന്റെ ആത്മാവേ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി നിന്റെ മേൽ വെളിപ്പെടട്ടെ. ആ വ്യക്തിയുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് അനുഗ്രഹിക്കൂ. അതിനുശേഷം അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്നേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ വീട്ടിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ജീവചൈതന്യം വേണ്ട ഒത്തിരി പേരുണ്ട്, ഉണ്ടല്ലോ. അവരെ ഒന്ന് മനസ്സിലോർത്തെ. ഒരുപക്ഷെ കിടപ്പ് രോഗികളായിരിക്കും. ആ കിടപ്പ് രോഗ അവസ്ഥയെ ഓർത്തുകൊണ്ട് മനം നൊന്ത് വിഷമിച്ച് കഴിയുകയായിരിക്കും. എനിക്കിനി എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് വല്ലാത്ത ഒരു മരവിച്ച മനസ്സോടുകൂടിയായിരിക്കും വ്യക്തി. നിങ്ങൾ ആ വ്യക്തികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്കറിയാവുന്ന കിടപ്പ് രോഗികളെ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് പരിചയമുള്ള ബന്ധുക്കളാവാം, ഇടവക കൂട്ടായ്മയിലുള്ളവരാവാം, പ്രാർത്ഥനാ സഹായം ആരെങ്കിലുമൊക്കെ പറഞ്ഞതായിരിക്കും. ആ കിടപ്പ് രോഗികളെ മനസ്സിലോർക്കണം. കർത്താവേ, ഇപ്പോൾ അപ്രകാരം മനസ്സ് മരവിച്ച് കിടപ്പ് രോഗികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ആനന്ദം നിറയാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കിടപ്പ് രോഗിയെ മനസ്സിൽ കണ്ട് ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയുന്നത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ കർത്താവ് ഒത്തിരി പേരെ അത്ഭുതകരമായിട്ട് അനുഗ്രഹിക്കുന്നു. കുഞ്ഞിന് ഒരു വൈകല്യം ഉള്ളതിന്റെ പേരിൽ വല്ലാണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന അമ്മ വിഷമിക്കേണ്ട. ഈ കുഞ്ഞ് കർത്താവ് തന്നൊരു സമ്മാനമാണ്. ഈ കുഞ്ഞിന്റെ വൈകല്യത്തെ ഓർത്തുകൊണ്ട് നീ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കേണ്ട. തമ്പുരാൻ തന്ന കുഞ്ഞല്ലേ, ഉദരഫലം തമ്പുരാന്റെ സമ്മാനം. പ്രിയപ്പെട്ട അമ്മേ, ആ കുഞ്ഞിനെ ഉൾക്കൊള്ളണം. ആ കുഞ്ഞു വഴി നിന്റെ കുടുംബത്തിൽ അനുഗ്രഹമുണ്ട്. കർത്താവിന്റെ കാരുണ്യമാണ് ഒഴുകുന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ഇടപെടുന്നു. ഭാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ജീവിത പങ്കാളിയുടെ മരണത്തിന് ശേഷം ദുഃഖിച്ചു കഴിയുന്ന പ്രിയപ്പെട്ട കുടുംബമേ, നിന്റെ മേൽ കർത്താവിന്റെ കൃപയും സാന്നിധ്യവുമുണ്ട്. നീ ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. വിശ്വസിച്ചേറ്റെടുക്കണം. നിനക്ക് അസ്ഥികൾക്ക് ബലം നൽകുന്ന കർത്താവ്, ഇന്നും ജീവിക്കുന്ന കർത്താവ്, ജീവനുള്ള ദൈവം നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കൂ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. ആഗ്രഹിക്കണം. ആ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ചേർന്ന് കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.